വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അയ്യപ്പന്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ വന്നവർ കുഴൽപ്പണത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിച്ച് ചാകുന്നു. ശോഭാ സുരേന്ദ്രൻ ഒരു വശത്ത്, കെ സുരേന്ദ്രൻ മറുവശത്ത്. ശോഭക്കൊപ്പം കട്ടക്ക് നിന്ന് സുരേഷ് ഗോപി. സുരേന്ദ്രനാവട്ടെ ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. സുരേന്ദ്രന് ശോഭ കൊടുത്ത പണിയാവട്ടെ എട്ടിന്റെ പണിയുമാണ്. അത് കണ്ട് ചിരിക്കുന്ന ഗോപിയും കുട്ടരും. പറഞ്ഞു വരുന്നത് BJP-ക്കകത്ത് തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. ഒരു യോഗം ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പരസ്പരം മാന്തിക്കീറി എന്ന് വരെ വന്നേക്കാം. കാരണം അത്രത്തോളം വലിയ ഒരു പ്രശ്നം തന്നെയാണ് BJP-ക്കകത്ത് നിലവിലുള്ളത്. അതായത് തിരികൊളുത്തി വെച്ചിരിക്കുകയാണ്. ഇനി പൊട്ടാനുള്ള സമയം മാത്രം മതി എന്ന് ചുരുക്കം. ശോഭാ സുരേന്ദ്രൻ പണി തുടങ്ങിയിരിക്കുകയാണ്. ശോഭയും കൃഷ്ണദാസ് പക്ഷവും എട്ടിന്റെ പണിയാണ് സുരേന്ദ്രന് കൊടുത്തിട്ടുള്ളത്. അമിത്ഷാക്ക് ശോഭയും കൃഷ്ണദാസ് പക്ഷവും അയച്ച റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് കേരളത്തിലെ BJP-ക്കാർക്കിടയിൽ സുരേന്ദ്രൻ ഏകാധിപതിയാണ് എന്നുള്ളതാണ്. സുരേന്ദ്രൻ പറയുന്നത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. സുരേന്ദ്രൻ വിചാരിക്കുന്നത് മാത്രമേ പാർട്ടിക്കകത്ത് നടക്കത്തുള്ളൂ. സുരേന്ദ്രൻ കാരണമാണ് നമ്മുടെ പാർട്ടി തന്നെ ഇല്ലാതായി പോയത്. കുഴൽപ്പണം സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ്. പക്ഷേ അതിപ്പോൾ പാർട്ടിയെ തന്നെ കാർന്ന് തിന്നുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി പറയുന്നു, കെ സുരേന്ദ്രന്റെ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ കേന്ദ്രം നടത്തണമെന്നുള്ളതാണ് ശോഭ അമിത്ഷാക്ക് അയച്ച കത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്. അതായത് ശോഭ കെ സുരേന്ദ്രന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചതിന് തുല്യമാണ് ഇത്. ഇനി നമുക്ക് സുരേഷ് ഏട്ടനിലേക്ക് വന്നാലോ. സുരേഷ് ഏട്ടന്റെ ഫേസ്ബുക്കിൽ പൃഥ്വിരാജിനെ അനുകൂലിച്ചവരെ പോസ്റ്റ് ഉണ്ട്. പക്ഷേ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ BJP നേതാക്കളും കെ സുരേന്ദ്രൻ അനുകൂലമായിട്ട് അവരുടെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ വാളുകളിലും പോസ്റ്റ് ഇട്ടിരുന്നു. ഉദാഹരണം സന്ദീപ് വാര്യർ അടക്കം. പക്ഷേ സുരേഷ് ഗോപിയുടെ വാളുകളിൽ അങ്ങനെ ഒരു പോസ്റ്റ് കാണാനും സാധിക്കുന്നില്ല. അതായത് ശോഭയും ഗോപിയും രണ്ടും കൽപ്പിച്ച് സുരേന്ദ്രന് നേർക്കുനേർ നിന്നുകൊണ്ട് പോരാട്ടം വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുമ്പോൾ സുരേന്ദ്രൻ പാവം ഒന്നുമല്ലാതെയാവുകയാണ്. എന്തായാലും സുരേന്ദ്രന് സ്ഥാനം പോയാലും കിട്ടിയ കാശ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് സമാധാനത്തോടെ ഇനിയുള്ള കാലം ജീവിക്കാം. പക്ഷേ ശോഭയുടെയും ഗോപിയുടെയും കാര്യം അങ്ങനെയല്ലല്ലോ. ശോഭയും ഗോപിയും ഒരുപാട് പണിയെടുത്ത് BJP-ക്ക് വേണ്ടിയിട്ട് ആട്ടും തുപ്പും കേട്ടവരാണ്. പക്ഷേ അവരാവട്ടെ വട്ടപൂജ്യമായി നിൽക്കുന്നു. രണ്ടിടത്തും തോറ്റ് വട്ടപൂജ്യമായിട്ടുള്ള സുരേന്ദ്രന് ബാങ്ക് അക്കൗണ്ടിൽ പൂജ്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. പൂജ്യമുണ്ടെങ്കിൽ പോലും അതിനു മുമ്പ് ഭീമമായ മറ്റു സംഖ്യകളും ഉണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇവിടെയാണ് ശോഭയും ഗോപിയും കട്ടക്കലിപ്പിലാകുന്നത്. എന്തായാലും പ്രതികാരം ചെയ്യാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് ശോഭയും ഗോപിയും. ശോഭയുടെ പ്രതികാര കഥയാണ് ഈ പറഞ്ഞ കത്ത്. ഗോപിയുടെ പ്രതികാര കഥ എന്തായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്തായാലും സുരേന്ദ്രന് പിന്തുണ കൊടുക്കാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ ഉപയോഗിച്ചത് ഗോപിയുടെ ഒരു പ്രതികാരമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.